വയനാടിൽ വൻ ദുരന്തം. മേപ്പാടിക്കടുത്തുള്ള പ്രദേശത്താണ് ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത്. വലിയ ഒരു ദുരന്തമായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും അംഗങ്ങളെല്ലാം തന്നെ സജീവമായിട്ട് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കും ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഏറെ വലുതാണ്. എങ്കിൽ തന്നെ അവിടെ താൽക്കാലികമായി പാലം നിർമ്മിച്ചുകൊണ്ട് ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വായുമാർഗെ എത്തിച്ചേരുന്നതിനുള്ള ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ എല്ലാവിധ സംവിധാനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് മന്ത്രിമാരും MLAമാരും രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് ദുരന്തം നടന്ന ദുരന്തമുഖത്തേക്ക് എല്ലാ സേനകൾക്കും എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഊർജിതമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തമുഖത്തു നിന്ന് ലഭിക്കുന്ന കാഴ്ചകൾ വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഒഴുകിയെത്തുന്ന മൃതശരീരങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുമൊക്കെ ദുരന്തമുഖത്തിൽ കാണാൻ കഴിയും. വളരെ വേദനയോടെ എത്തുന്നതാണ്. അല്ലേ, ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഇത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം. ആ പാലം ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇത് കണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ.